ഇതൊരു അപകടമാണ്. വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകാനുള്ളവർക്ക് നേരത്തെ തന്നെ പോകാം. ഒരു 2 മിനിറ്റെങ്കിലും നമ്മുടെ കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കോ നമ്മുടെ മക്കൾക്കോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോഴുള്ളത് നമ്മുടെ വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വാർഫിലാണ്. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രം ജില്ലയുടെ അകത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റായിട്ടുള്ള ആൾക്കാർ വരുന്നത് നമ്മുടെ വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് കാണാനോ, സീ ഫുഡ് കഴിക്കാനോ, ചിപ്പി വാങ്ങാനോ, അതുപോലെ മീൻ വാങ്ങാനോ, അങ്ങനെ പലതരത്തിൽ. നമ്മൾ 4-5 മാസത്തിന് മുൻപ് നമ്മുടെ വാർഫ് പൊളിഞ്ഞു കിടന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഇവിടെ ആ പൊളിഞ്ഞു കിടന്ന പാറയൊക്കെ മാറ്റിയിട്ട് അതാണ്ട് നമ്മുടെ കോൺക്രീറ്റ് കല്ലൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്രെയിന് താഴെ ഉണ്ടായിരുന്ന ആ ഒരു കല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് ദൂരോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ചേട്ടനോട് ചോദിച്ചു നോക്കാം. കാരണം ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മുടെ മേൽനോട്ടത്തിനായിട്ട് നമ്മുടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് അതുകൊണ്ട് ഈ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു വാർപ്പാണ്. ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇവിടെ ഈ കല്ലൊക്കെ നല്ലൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെയാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഈ താഴെ സെറ്റ് ചെയ്തിരുന്ന ആ കല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മൾ അന്ന് ചെയ്ത് കാണിച്ചെന്ന ആ ഒരു വീഡിയോ. ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റത്തില്ല. കൊച്ചുമക്കളാണെങ്കിൽ ഇവിടെ വന്ന് വീഴാനായിട്ടുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഈ ഒരു പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 2-3 മാസത്തിന് മുൻപേ അവർ കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? 2-3 മാസമല്ലേ? ഇപ്പോൾ ഇത് കണ്ടിന്യൂ ഇപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്നേ സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. ലെവൽ ചെയ്ത് ഇത് കോൺക്രീറ്റ് ചെയ്യുമോ? ഇത് കോൺക്രീറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മുടെ ചേട്ടൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് മട്ടത്തിനാക്കിയതിന് ശേഷമേ കുറച്ച് താഴ്ന്നാണ് നിൽക്കുന്നത്. അതിന് ശേഷം ഇവർ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2-3 മാസത്തിന് മുൻപേ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയത് കാരണം അവർ നിർത്തി വെച്ചിരുന്നതാണ്. അങ്ങനെ പണി ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രെയിന് സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കോൺക്രീറ്റ് കല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ വാർത്ത ചെയ്തതിനെ തുടർന്നിട്ടാണ് ഏകദേശം 50 ലക്ഷത്തോളം ആളുകളാണ് ആ ഒരു വീഡിയോ കാണുകയും ഒരുപാട് കൂട്ടുകാർ ഷെയർ ചെയ്യുകയും ഉണ്ടായി. അതിനുശേഷം നമ്മുടെ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ കാരണമാണ് ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ കിടന്ന പാറകളൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആ കല്ല് കോൺക്രീറ്റ് കല്ല് ക്രെയിനിൽ പൊക്കിടാൻ പറ്റത്തുള്ള ആണെന്നുണ്ടല്ലോ പൊക്കിയെടുക്കാനുള്ള ആ ഒരു ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ക്രെയിന് സജ്ജമായി നിൽക്കുകയാണ് നോക്കുന്നത്. ഡീഷക്കയിലിട്ടിട്ട് അങ്ങനെ ബെറ്റിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ട്രെയിന് പൊക്കിയെടുക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കണ്ടു നോക്കാം. എത്രയും വേഗം തന്നെ ഈ ഒരു പണി പൂർത്തിയാക്കണം എന്നതാണ് നമ്മുടെയും പൊതുജനങ്ങളുടെ ഒരു ആവശ്യം. കാരണം ഇതൊക്കെ ഭയങ്കര അപകടമായ ഒരു ഏരിയ ആയിരുന്നു. രാത്രി കാലങ്ങളിലൊക്കെ കൊച്ചുമക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. നമ്മുടെ വാർത്തയെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു അടിയന്തരമായിട്ടുള്ള ഒരു വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നന്ദി കേട്ടോ. കാരണം നമ്മുടെ കൂട്ടുകാരാണ് ഇതുപോലുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്ത് ഇതിനെപ്പോലുള്ള ഉദ്യോഗസ്ഥരുടെ മുൻപിൽ എത്തിക്കാനായിട്ട് സാധിച്ചതും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കാണ് ആദ്യത്തെ നന്ദി പറയേണ്ടത്.